प्यारे बच्चों, कैसे हो? सब ठीक है? आज हमारा हिंदी क्लास शुरू करेगा। ओके, हमारा पहला पाठभाग, कौन सा पाठभाग का नाम क्या है? हाँ बोलो। बीर बहुटी। बीर बहुटी क्या है? क्या है बीर बहुटी? किधर भी देखा बीर बहुटी? बीर बहुटी, हाँ, यह बरसाती कीड़ा। बारिश का समय, बारिश का मौसम में हाँ देखना पड़ेगा बीर बहुटी। बीर बहुटी का रंग क्या है? बीर बहुटी का रंग क्या है? लाल रंग। रंग എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ അല്ലേ? ലാൽ രംഗാണ് അതിന്റെ. ഖൂബ്സൂരത്, വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മുടെ ഗേത്തോമേം വയലുകളിലൊക്കെയാണ് സാധാരണ നമുക്കിത് കാണാൻ കഴിയുന്നത്. കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇതിന് നമ്മൾ ഹിന്ദിയിൽ ബർസാത്തി കീട എന്നാ പറയും. ബർസാത്തി കീട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു കീടം. വളരെ മനോഹരമാണ്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സുർഖാണ്, മുലായമാണ് അല്ലെ? സുർഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ, അതിന്റെ നിറത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുലായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്മൂത്ത്, നല്ല മിനുസമുള്ള ശരീരമാണ് ഈ ബീർ ബഹുട്ടിയുടേത് അല്ലെ? അപ്പൊ നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ പേര് വളരെ മനോഹരമാണ്. അതുപോലെ നമ്മുടെ കഥയും കഹാനിയും വളരെ മനോഹരമാണ്. ഓക്കെ, ഇനി ഈ പാഠഭാഗത്തിലെ മുഖ്യ ആശയം എന്താണ്? എന്താണ് ആശയം? मुख्य आशय क्या है? दोस्ती का महत्व। ओके ठीक है, दोस्ती का महत्व व्यक्त करने वाले कहानी है बीर बहुटी। इसमें पाठभाग में पात्र कौन कौन है आपको मालूम है? मालूम? बोल, पात्र कौन कौन है? कैरेक्टर्स, कथापात्रങ്ങൾ ആരൊക്കെയാണ്? साहिल, बेला, दूसरा कथापात्र कौन है? दुकान वाला, माट साहब सुरेंद्र जी। ओके ठीक है, वेरी गुड. ओके, അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടന്നാലോ? നിങ്ങൾക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? അവരുമായിട്ടൊക്കെ നല്ലൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്. സ്കൂളിലൊക്കെ നമ്മള് ചില ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അവര് പരസ്പരം എന്തും ഷെയർ ചെയ്യുന്നു അല്ലെ? ഇപ്പൊ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവര് അവരുടെ അവരുടെ ഫ്രണ്ട്സുകൾക്ക് അവരത് ഷെയർ ചെയ്യാറുണ്ട് അല്ലെ? ബാഡ് ഹാബിറ്റ്സ് ഉള്ളവർ എന്തെങ്കിലും ഷെയർ ചെയ്യുമോ? ബാഡ് ഹാബിറ്റ്സ് ഉള്ളവർ അവരൊന്നും ഷെയർ ചെയ്യാറില്ല അല്ലെ? ഗുഡ് ഹാബിറ്റ്സ് ഉള്ളവര് അവരവരുടെ ഫ്രണ്ട്സുകൾക്ക് എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ ഈ പാഠഭാഗത്തില് ബേലയും സാഹിലും തമ്മിലുള്ള ആ ഒരു ക്ലോസ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ? നിങ്ങൾ എന്താണൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെ? പാഠഭാഗം കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വായിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. പരിചിതമില്ലാത്ത ഒരുപാട് വാക്കുകൾ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? ഒരുപാട് വാക്കുകൾ, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകളൊക്കെ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങളുടെ ഹിന്ദി നോട്ട് ബുക്കിന്റെ ബാക്ക് സൈഡിൽ എഴുതി കുറിക്കാം. നിങ്ങൾ അധ്യാപകരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന്റെ മീനിങ്സ്, അർത്ഥങ്ങളൊക്കെ ചോദിക്കാം. ചിലപ്പോൾ ചില സെന്റൻസിലെ മീനിങ്സ് കിട്ടാത്ത പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ബീർ ബഹുട്ടി ചാപ്റ്റർ തുടങ്ങിയാലോ? സബ് തയ്യാറേ? ठीक है, वेरी गुड. ओके, എല്ലാവരും തയ്യാറാണ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്റർ ശുരു കരേगा. ഓക്കെ, നമ്മുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ ഇക്കായി ഫസ്റ്റ്. എന്താ ഇക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലെസൺ, പാഠം അല്ലേ? അപ്പൊ ഒന്നാമത്തെ യൂണിറ്റില് നമ്മുടെ വലിയൊരു യൂണിറ്റ് ആണ്. അതിൽ സബ് യൂണിറ്റ്സ് ഒരുപാട് വേറെയും വരുന്നുണ്ട്. അതിൽ पहला पाठभाग का नाम क्या है? बीर बहुटी. बीर बहुटी
വീർ ബഹുട്ടി ക്യാ ഹൈ ഞാൻ പറഞ്ഞു എന്താണ് അത് നമ്മുടെ ഈ റെയിനി സീസണില് മഴക്കാലത്ത് ഗേത്തോമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ്സ് വയലുകളില് കാണപ്പെടുന്ന ഒരു ചുവന്ന നിറമുള്ള ലാൽ രംഗ് ചുവന്ന നിറമുള്ള ഒരു ചെറിയ ചോട്ട കീട് ഒരു ചെറിയ കീടമാണ് വീർ ബഹുട്ടി എന്ന് പറയുന്നത് അല്ലെ. ഇസ്കാ കഹാനിഗാർ കോൻ ഹേ എന്റെ കഹാനിഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഥാകാരൻ ആരാണ്? യുവകവി ആരാണ്? യുവകവി പ്രഭാജിയാണ്. ആരാണ്? പ്രഭാജി. ഓക്കെ, പ്രഭാജി ഈ പാഠഭാഗത്തില് പ്രകൃതിയെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് അല്ലെ. ഈ പാഠഭാഗത്തില് പ്രകൃതി വർണ്ണൻ അദ്ദേഹത്തിന്റെ രചനയുടെ ചില വിശേഷതയും പ്രത്യേകതകളാണ് പ്രകൃതി വർണ്ണൻ. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ മാനുഷിക മൂല്യം, മനുഷ്യന് ഉണ്ടാകേണ്ട ചില മൂല്യങ്ങളും സ്വഭാവ സവിശേഷതകളും ഒക്കെ ഉണ്ടാവും. അതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ ഈ രചനകളില്. ആരുടെ? പ്രഭാജിയുടെ രചനകളിലൊക്കെ മുഖ്യ വിഷയമാണ്. ഓക്കെ, നമ്മുടെ ഈ വീർ ബഹുട്ടി കഹാനിയുടെ കഹാനികാർ ആരാന്ന് നിങ്ങൾ പഠിച്ചു. ആരാണ്? കോൻ ഹേ? പ്രഭാജി. വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇതൊരു കഹാനിയാണ്. കഹാനിയൊക്കെ എല്ലാ കുട്ടികൾക്കും ബച്ചോങ്കോ ബഹുത് പസന്ദ് കർത്ത അല്ലെ. എല്ലാ കുട്ടികൾക്കും വളരെയധികം പസന്ദ് കർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരുപാട് ലൈക്സ് വെരി മച്ച് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് കഹാനി. കവിതയേക്കാളും കൂടുതലായിട്ട് കഹാനിയാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലെ. നോക്കാം, ഫസ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് ഐ ആം റീഡിങ്. ഞാനത് ഫസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ഓക്കെ, അപ്പൊ ഒന്ന് നിങ്ങൾ എല്ലാവരും ഞാനിവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ പാരഗ്രാഫ് ഞാനിവിടെ വായിക്കുമ്പോൾ എല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകമേ ദേഖോ, നിങ്ങൾ പാഠപുസ്തകത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ, ലിസൺ. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे गेट तो जंगलों के ऊपर छाए हुए थे, सारा आकाशों में भरा था. मेघों के छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. അപ്പോ സംജ എന്തെങ്കിലും മനസ്സിലായോ? പാരഗ്രാഫ് വായിച്ചപ്പോ റീഡ് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഹിന്ദിയില് ഈ മലയാളത്തിനോട് സാദൃശ്യമുള്ള ചില വാക്കുകളൊക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പൊ ഇതില് ഗന്ധ് എന്ന് പറഞ്ഞിട്ട് എന്താ? ഗത്ത്, ഗന്ധം മലയാളത്തിലുള്ള ഒരു വാക്ക് തന്നെയാണ് ഹിന്ദിയില്. അങ്ങനെ സാദൃശ്യമുള്ള വാക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും ലിസൺ കെയർഫുള്ളി, വളരെയധികം നന്നായി ശ്രദ്ധിക്കുക. ബാദൽ ബഹുത് ബറസ് ലിയേ थे, കാർമേഘം ഇങ്ങനെ തകർത്ത് പെയ്തു അല്ലെ. മഴ, മഴയെ കുറിച്ചാണ്. ബാരിഷ്, മഴക്ക് ഹിന്ദിയിൽ എന്താ പറയാ? ബാരിഷ് അല്ലെ. മഴക്ക് മുമ്പും ശേഷവും ചില പ്രത്യേകതകളൊക്കെ, അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ നല്ല സുന്ദരമായൊരു അവസ്ഥയാണ് അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാദൽ ബഹുത് ബറസ് ലിയേ थे, നമ്മുടെ പ്രഭാജി ആദ്യം തുടക്കത്തിൽ തന്നെ പ്രകൃതിയെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് തുടക്കം. കുട്ടികൾക്ക് അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവും. फिर भी बहुत सारा पानी उनमें बचा हुआ था. പിന്നെയും മഴ കാർമേഘം തകർത്ത് പെയ്തു എന്നാണ് പറയുന്നത്. പിന്നെയും കുറച്ച് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ബാക്കി അവശേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. वे गेतो जंगलों के ऊपर छाए हुए थे. गेतो എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലുകള്, ജംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാടുകൾ അല്ലെ. വയലുകളിലും കാടുകളിലും ഒക്കെ അതിന്റെ ഊപ്പർ, മുകളില്, ഛായ ഹുയേ थे, അതിങ്ങനെ
വ്യാപിച്ചു കിടക്കുന്നുണ്ട്. സാര ആകാശ് മേഘോം സെ പരാത, ആകാശമൊക്കെ എന്തുകൊണ്ട് നിറഞ്ഞിട്ടുണ്ട്? മേഘോം. മേഘോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് തന്നെയാണ് ഹിന്ദിയിൽ വന്നിട്ടുള്ളത് അല്ലെ. മേഘോ, മേഘങ്ങൾ കൊണ്ട് ആകാശമൊക്കെ ഇങ്ങനെ ക്ലൗഡി ആയിട്ട്, സ്കൈ ഒക്കെ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് കിടക്കുന്നുണ്ട്. മേഘോം കി ഛായാओं में गीली हवाएं इधर उधर घूम रही थी. അതുപോലെ തന്നെ മേഘോം കി ഛായാओं में, അതായത് മേഘങ്ങൾക്കിടയിലൂടെ ഗീലി ഹവായി. എന്ത് ഗീലി ഹവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത അതുപോലെ തന്നെ നനഞ്ഞ കാറ്റ്, അതിനെയാണ് ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്, വിൻഡ്. ഇതർ ഉദർ, എന്താ ഇതർ ഉദർ? അവിടെയും ഇവിടെയും. ഹൂം രഹീതി, ഇങ്ങനെ അതിങ്ങനെ വീശിയടിക്കുന്നുണ്ട്. പിന്നെ പേടോം കെ തനെ അഭി ഭി ഗിലേദേ, അതുപോലെ തന്നെ പേടോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മരം, വൃക്ഷം അല്ലെ, ട്രീ, അതിനെയാണ് നമ്മൾ പേട് എന്ന് പറയാ. പേടോമേ തനെ അഭി ഭി ഗിലേദേ, അതായത് പേടോമേ തനെ എന്ന് പറഞ്ഞ മരത്തിന്റെ തടിയൊക്കെ എന്താണ്? ഇങ്ങനെ മഴയിൽ നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. ഗിലേദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞു കുതിര. മൂങ്ങ് ഫലിയോം കെ ഹരേ ഗേത്തോമേ പീലേ ഫൂൽ അഭി ഭി ഗിലേദേ, അതായത് മൂങ്ങ് ഫലിയോം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കഴിക്കുന്നതാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഗ്രൗണ്ട് നട്ട്സ്, നിലക്കടല അല്ലെ. ഈ നിലക്കടലയുടെ കൃഷി ചെയ്യുന്ന പാടങ്ങളിലൊക്കെ ഒരു പ്രത്യേക പീലേ പൂൽ, പീലേ മീൻസ് യെല്ലോ നിറമുള്ള, മഞ്ഞ നിറമുള്ള ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിലൊക്കെ ഈ ഗീലെ ഹവ, നനഞ്ഞ കാറ്റ് തട്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ കുതിർന്നിരിക്കുകയാണ്. ഗേത്തോമേ ഛോട്ട ഛോട്ട ബജറ ഉഗാത, വയലുകളിലൊക്കെ ചെറിയ ചെറിയ ബജറ ധാന്യങ്ങൾ ഇങ്ങനെ മുളച്ചു പൊന്തി വരുന്നുണ്ട്. ബാജറയ്ക്ക് ലെമ്പേ പത്തിലെ പാത്തോമേ, അതുപോലെ തന്നെ ആ ബാജറയുടെ നീളമുള്ള ആ ഇലകളിൽ പാനിക്ക് ബൂന്തേ, മഴത്തുള്ളികൾ, റെയിൻ ഡ്രോപ്സ് അടുക്കി ഹുയി, ഇങ്ങനെ തങ്ങി പറ്റിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച. ബാരിഷ് കി ഹവാമേ ഗീലെ ഗീതോ ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഗുലി ഹുയി തി, അങ്ങനെ മഴയുടെ ആ സുഗന്ധം ആ മണ്ണിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അല്ലെ.